2011 മന്ത്രിസഭ വന്നപ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ അംഗമാക്കിയില്ല എന്നുള്ളതും അതിൻ്റെ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. മന്ത്രിസഭയിൽ അദ്ദേഹത്തെ എടുത്തില്ല. കാരണം ഏറ്റവും കത്തി ജ്വലിച്ചു നിന്ന MLA എന്ന നിലയിൽ VD സതീശൻ മന്ത്രിയാവുമെന്ന് ഞങ്ങളൊക്കെ കരുതിയതാണ്. പക്ഷെ അന്ന് വന്നില്ല. പിന്നീട് അദ്ദേഹത്തെ സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. പക്ഷെ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ള ആരോപണം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് VD സതീശൻ ഞങ്ങളോടൊക്കെ ചോദിച്ചൊരു ചോദ്യം, എൻ്റെ ഗുരുവാണ് ജി കാർത്തികേയന് സ്പീക്കർ സ്ഥാനം ഓഫർ ചെയ്തു, അദ്ദേഹം അത് സ്വീകരിച്ചു. പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഗുരുവിനെ മാറ്റി നിർത്തി ഞാൻ സ്പീക്കർ സ്ഥാനം സ്വീകരിക്കുക? അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. അല്ലാതെ ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടിയതല്ല. സ്പീക്കർ സ്ഥാനം ജി കാർത്തികേയൻ എന്ന ഈ മണിക്കൂറുകളിൽ അദ്ദേഹം പോയി ജി കാർത്തികേയൻ്റെ കുടുംബത്തെ കണ്ടത് ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ട്. ജി കാർത്തികേയനും 3ാം ഗ്രൂപ്പുമായിട്ട് നടന്നൊരു കാലത്ത് ജി കാർത്തികേയൻ്റെ ഒരു അരുമ ശിഷ്യനായിട്ട് നിന്ന ആളാണ് VD സതീശൻ. പക്ഷേ സതീശൻ അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നില്ല. A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, അതിൽ നിന്നാൽ മാത്രമേ പാർട്ടിയുടെ പോലെ തന്നെ ശക്തമാണ് ഗ്രൂപ്പുകളും. അതിൽ നിന്നാലേ രക്ഷയുള്ളൂ എന്ന് കരുതിയിരുന്ന കാലത്ത് വളരെ ചുരുക്കം പേരുള്ള 3ാം ഗ്രൂപ്പിൽ അത് പ്രത്യേകിച്ച് ജി കാർത്തികേയനായിട്ടുള്ള ബന്ധം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഗോഡ് ഫാദേഴ്സ് ഇല്ല. പക്ഷേ ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയുമായിട്ട് വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ കരുണാകര ഗ്രൂപ്പിൻ്റെയോ ഭാഗമായിരുന്നില്ല. ഒരുപക്ഷെ VD സതീശനോടൊപ്പം മുഖ്യമന്ത്രി പദത്തിലേക്ക് മത്സരരംഗത്തുണ്ടായിരുന്ന KC വേണുഗോപാലും അതിനു മുമ്പ് രമേശ് ചെന്നിത്തലയും K കരുണാകരൻ്റെ പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വന്ന ആൾക്കാരാണ്. K കരുണാകരൻ്റെ ചാണക്യ തന്ത്രങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അതൊന്നുമില്ലാതെ സ്വന്തമായിട്ടൊരു പാത വെട്ടിത്തെളിച്ച് വന്ന ആളാണ്.